ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അതായത് നമ്മളെ കൂൺ വറുത്തതാണ് ഇന്നത്തെ നമ്മളെ റെസിപ്പി. ഇപ്പോൾ പലതരം കൂണുകൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടാനുണ്ട്. ഞാനിവിടെ ചിപ്പിക്കൂണാണ് എടുത്തിട്ടുള്ളത്. ഒരു പാക്കിന് 50 രൂപയാണ്. സമയം കളയാതെ നമുക്ക് നല്ല സ്വാദിഷ്ടമായ രീതിയിൽ ചിപ്പിക്കൂണ് വറുത്തെടുക്കാം. അതിനാദ്യം നമുക്ക് ആവശ്യമുള്ളത് ചിപ്പിക്കൂൺ വറുക്കാൻ ആവശ്യമുള്ള കൂട്ടാണ്. അതിന് ഞാനിവിടെ 1.5 സ്പൂൺ അളവിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അരിപ്പൊടിനകത്തേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളി ജീരകമാണ്. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല വെച്ചാൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. അതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്. അതായത് ഒരു പിടി കസൂരി മേത്തി കൂടി അതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 5 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി ഇവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നീട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് അരച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. വെള്ളം ഒരുപാടായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കൂൺ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് മൈദപ്പൊടി അതല്ലെങ്കിൽ കോൺഫ്ലവർ ഇവ രണ്ടും ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് അരിപ്പൊടി തന്നെ ഉപയോഗിക്കുന്നതാണ്. മാക്സിമം നിങ്ങൾ അരിപ്പൊടി ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്തുകൊണ്ടും നമ്മൾ ആരോഗ്യത്തിനും അതാണ് ഉത്തമം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കൂൺ വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു പാനിൽ 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് മാവിനകത്തേക്ക് ചിപ്പിക്കൊണ്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചൂടായി വന്നിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. ഒന്നിച്ച് ഇട്ട് കൊടുക്കുന്നതിന് പകരം ഇതേപോലെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ പ്രധാനമായും 2 തരം കൂണുകളാണ് നിലവിൽ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നത്. ഒന്ന് ചിപ്പിക്കൂണ്, പിന്നെ ഒന്ന് പാൽക്കൂണാണ്. ചിപ്പിക്കൂണിന് ഒരു പാക്കിന് 50 രൂപയോളം വിലയുണ്ട്. പാൽക്കൂണാണെങ്കിൽ 100 രൂപ വരെ വിലയുണ്ട്. നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ തന്നെ സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട് ഈ കൂണ്. പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കൂണ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇടിവെട്ടി, അതായത് ഇടി മൂളുന്ന സമയത്ത് ഞങ്ങളെല്ലാം പോയി നോക്കുമായിരുന്നു കൂണ് മുളച്ച് വന്നിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം പോയി അങ്ങനെ കണ്ടുപിടിച്ച്, എല്ലാ സ്ഥലങ്ങളിലൊന്നും ഉണ്ടാവണമെന്നില്ല, അധികം ജനവാസം ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ഇതുണ്ടാവുക. അങ്ങനെ ഇടിമുളയിലൊക്കെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പോയി നോക്കുന്ന സമയത്ത് അവിടെ ഇവിടെ ചെറുതായിട്ട് മുളച്ചൊക്കെ ഒന്നുണ്ടാവും. അങ്ങനെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിനൊന്നും ആർക്കും നേരമില്ല. അതുപോലെ പറമ്പും അങ്ങനെ ഇല്ല. എല്ലാവരും പറമ്പൊക്കെ മലയൊക്കെ ഇടിച്ച് നിരത്തി വീടുകളായി, ഫ്ലാറ്റുകളായി, കോളേജുകളായി, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷേ ഇപ്പോൾ നമുക്കിത് സുലഭമായിട്ട് കടകളിലൊക്കെ ലഭിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഈ കൂണുകൾ. അത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വല്ലപ്പോഴൊക്കെ ഇതേപോലെ കൂണ് വാങ്ങി പൊരിച്ചോ ഫ്രൈ ചെയ്തോ അതെങ്കിലും കറിയാക്കിയിട്ടോ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, കൂണിന് കുറച്ച് അത്യാവശ്യം വേവ് കൂടുതലുള്ളൊരു സാധനമാണ്. അപ്പം നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. നിങ്ങൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് നന്നായിട്ടും ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല വേവുള്ള കൂട്ടത്തിലാണ് കൂണുകൾ. അതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ തന്നെ വെന്തിട്ടുണ്ടോ എന്നുള്ളത് നന്നായിട്ടും ശ്രദ്ധിക്കണം. നമ്മുടെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞുണങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അത് കണ്ട് നമ്മൾ വെന്ത് എന്ന് കരുതരുത്. ശരിക്കും മുരിഞ്ഞ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങളത് കോരി മാറ്റുക. അങ്ങനെ നമ്മുടെ ചിപ്പിക്കൂണ് വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് മാറ്റി വെക്കാം. എൻ്റെ വീഡിയോ കണ്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം.